Good afternoon. Ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ഭാഗത്ത് എടുത്തത് ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ഭാഗങ്ങള് വായിച്ചായിരുന്നോ? മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്, അതുപോലെ എന്താണ് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് ഏതൊക്കെയാണ്, പാർട്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പാർട്സുകൾ, കമ്പ്യൂട്ടറിന്റെ പാർട്സ്, ഇതൊക്കെ വായിച്ചാ? ഓക്കെ, അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് തന്നെ വായിച്ചു പോണം കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എടുക്കാം നമുക്ക്. അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. നമ്മള് MS വേർഡിനെ കുറിച്ച് പറഞ്ഞല്ലേ. MS വേർഡ് എന്തായിരുന്നു, ആരും ഡെവലപ്പ് ചെയ്തത്? MS വേർഡ് ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്, മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫീച്ചേഴ്സ് യൂസർ ഫ്രണ്ട്ലി, പിന്നെ എന്തൊക്കെയാ? ഡോക്യുമെന്റ് ക്രിയേഷൻ ഉണ്ട്, കൊളാബറേഷൻ, അതുപോലെ എന്താണ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അതുപോലെ എന്താണ് ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലും നമുക്ക് കണ്ടെത്തി തരും, അത് ചെയ്ത് കറക്റ്റ് ആക്കാനായിട്ട്. പിന്നെ എന്താണ് ഒബ്ജക്ട്സ്, ഷേപ്സ്, അതുപോലെ ചാർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെംപ്ലേറ്റ്സ് അല്ലെ, തീംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്, ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഇത് നോക്കിയേ, MS വേർഡിന്റെ അപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ആൻഡ് കീപ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ്. These records consist of patients' demographic, medical history, test result, diagnosis, treatment plan, and progress notes. Words formatting option enable the organization and the customization of patient information for easy reference and retrieval. എന്താ പറയുന്നത്? പേഷ്യൻസ് റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് ഏതിലാണ്? MS വേർഡ് ഉപയോഗിച്ചാണ് സൂക്ഷിക്കുന്നത്. ഹോസ്പിറ്റലില് പല പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? MS വേർഡിലാണ്. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസ് റെക്കോർഡ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പേഷ്യന്റിന്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, രോഗനിർണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡയഗ്നോസിസ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, പ്രോഗ്രസ്, ആ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോഗ്രസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ട്സ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേഷ്യൻസ് റെക്കോർഡ്സ് ഉള്ളത്. ഈ പേഷ്യൻസ് റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? MS വേർഡിലാണ് സൂക്ഷിക്കുന്നത്. ഇനി എന്താണ് ഇങ്ങനെ പേഷ്യൻസ് റെക്കോർഡ്സ് എന്താണ്? പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് തരുന്നുണ്ട് അല്ലെ MS വേർഡ്സ്. അപ്പോ MS വേർഡ് ഇങ്ങനെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് തരുന്നതിലൂടെ എന്താണ് ഫയലുകൾ, പേഷ്യൻസിന്റെ ഫയലുകൾ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട്, വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. MS വേർഡിലൂടെ ഈ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വഴി നമുക്ക് പേഷ്യൻസിന്റെ ഫയലുകൾ റിട്രീവ് ചെയ്തെടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് റെക്കോർഡ്സിൽ പറയുന്നത്. MS വേർഡിലാണ് പേഷ്യൻസ് റെക്കോർഡ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? പേഷ്യൻസ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ഡയഗ്നോസിസ്, അതുപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാൻ, പ്രോഗ്രസ് നോട്ട്സ്, ഇതൊക്കെയാണ് റെക്കോർഡിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വഴി നമുക്ക് ഫയല് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, medical reports and letters. Physicians and other healthcare providers can use Word to create medical reports, referral letters, discharge summaries, and other clinical correspondence. എന്താണ് ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല്? കറസ്പോണ്ടൻസ് എന്താണ്? കറസ്പോണ്ടൻസ്
എന്താ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ? കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ കേട്ടോ. ക്ലിനിക്കൽ പരമായിട്ട് കുറച്ച് കത്തിടപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കത്തിടപാടുകളെയാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോ ഫിസിഷ്യൻസിനെയും അതുപോലെ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് ആണ് ഫിസിഷ്യൻസ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സിനെയും അതുപോലെയുള്ള മറ്റ് സ്റ്റാഫുകൾക്കും എന്താണ് മെഡിക്കൽ റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ എന്താണ് റഫറൽ ലെറ്റേഴ്സ്, ഡിസ്ചാർജ് സമ്മറി, കത്തിടപാടുകള്, ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ MS വേർഡിലൂടെയാണ്. ക്ലിയർ ആയോ? പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, SOP നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്വസ്റ്റ്യൻ വരാട്ടോ. എക്സ്പാൻഡ് SOP ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? മറന്നുപോയാ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തായിരുന്നു? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് അല്ലേ, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. ഇപ്പോ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോ ഇങ്ങനെയുള്ള നിയമങ്ങളായിരിക്കും, ഹോസ്പിറ്റലിൽ പല പല നിയമങ്ങൾ ഉണ്ടാവുമല്ലോ. ആ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതിലൂടെയാണ് സഹായിക്കുന്നത്? MS വേർഡിലൂടെയാണ് സഹായിക്കുന്നത്. SOP എന്ന് പറഞ്ഞാൽ എന്താണ്? പല ടൂൾസ് അല്ലെ, പല എക്യുപ്മെന്റ്സ്, പല മെഷീൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ MS വേർഡിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഡോക്യുമെന്റ്സ് അല്ലെ, അതുപോലെയുള്ള പല SOP ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഉണ്ട്, അതുപോലെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ് ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് അറിയാലോ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ റൂൾസ് ആണ്. അതുപോലെ തന്നെ എന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതിനെയാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവര് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എക്സാമിന്റെ ടൈമിൽ പഠിക്കുമ്പോൾ ചിലപ്പോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. അതിനെയാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് അല്ലെ, എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ നേരിടാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെയാണ് നമ്മൾ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കിട്ടിയോ? എന്തായാലും രണ്ടും മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് ഉണ്ട്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോ അത് നേരിടാനായിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേർഡിലൂടെയാണ്. ക്ലിയർ ആയോ? 1 minute കേട്ടോ.
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ എടുത്തത് വരെ. ഓക്കെ, തേർഡ് പോയിന്റ് വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ പോയിന്റ് എന്താ? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. Where it can be used to expand educational materials for patients like brochure, handouts, and informational leaflets. Healthcare professionals can generate usually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. അപ്പോ ഇനി എന്താണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അല്ലെ? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും MSWDയോടെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ബ്രോഷേഴ്സ് ഉണ്ടാവാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളില് ബ്രോഷേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ ഹാൻഡ് ഔട്ട്സ് അല്ലെ? അതുപോലെ എന്താണ് ഇൻഫർമേഷണൽ ലീഫ്ലെറ്റ്സ് അല്ലെ? ലഘുരേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് അവര്. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെയാണ് ആ ബ്രോഷേഴ്സിലൊക്കെ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യാറ്? ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ? മെഡിക്കൽ കണ്ടീഷൻസ് പേഷ്യൻസിന്റെ, അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഷേഴ്സ്. ഒരു പുതിയ സർവീസ് തുടങ്ങുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ബ്രോഷേഴ്സിൽ ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടോ ബ്രോഷേഴ്സ്? ഇല്ല, ആരും കണ്ടിട്ടില്ല. ആ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്രോഷേഴ്സിലായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MSWD യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. വേർഡ് ബാക്ക് of the creation of research purpose case studies and scientific articles. എന്താണ് ഇങ്ങനെയുള്ള എന്താണ് കേസ് സ്റ്റഡീസ് ഉണ്ട്, റിസർച്ച് പേർപ്പസ് ഉണ്ട്, അതുപോലെ സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേർഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് അല്ലേ? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാല്? എന്താ അഡ്മിനിസ്ട്രേഷൻ? ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ആ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഭരണ സംബന്ധമായിട്ടുള്ള അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പോളിസീസ് ഗൈഡ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? MSWD യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, administrative documents that includes memos, meeting minutes, policies and budget reports. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? മെമ്മോസ് ഉണ്ട്, മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്, അതുപോലെ പോളിസീസ് ഉണ്ട്, ബഡ്ജറ്റ് റിപ്പോർട്ട്സ് ഉണ്ട്. വായിച്ചു നോക്കിയേ, ക്ലിയർ ആയോ നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ കേട്ടോ.
ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സ്ലൈഡ് പ്രസന്റേഷൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ചിരുന്നപ്പോ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്തൊക്കെയാണ് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്കായാലും അല്ലെങ്കിൽ നമുക്കായാലും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അനിമേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്നത് വഴി അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ നോക്കി ഈ PDF ഞാനിങ്ങനെ വായിക്കുമ്പോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോ ഇതില് ചിലപ്പോ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ എന്താണ് എന്താ വീഡിയോസ് BEdന് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് എന്താണോ അത് ഞാനിപ്പോ പാരാവാലിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ബോറടിക്കാം, ഉറക്കം വരാം അല്ലെ? ഇത് ഇങ്ങനെ പിക്ചേഴ്സ് ആയാലും വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും അങ്ങനെ സ്ലൈഡിലൂടെ നമ്മൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ബോറടിക്കില്ല, മറ്റുള്ളവരെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. Okay, okay. Microsoft PowerPoint is a broadly used presentation software developed by Microsoft. അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ നിന്നാണ്. It permits users to generate, edit and deliver dynamic and visual engaging presentations. നമ്മൾ പറഞ്ഞു അല്ലെ, ഇത് നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വിഷ്വൽ ആയിട്ട് നമുക്ക് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. Here are some main features and benefit of MS PowerPoint. ഇനി മെയിൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, സ്ലൈഡ് ക്രിയേഷൻ. First one ആണ് slide creation. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, image, shapes, charts, and multimedia elements to slide, which enables them to carry information in an effective manner. നമ്മൾ പറഞ്ഞല്ലേ സ്ലൈഡ് ക്രിയേഷനിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? സ്ലൈഡുകൾ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം, സ്ലൈഡ് ഷോ കാണിക്കാം, അതുപോലെ തന്നെ എന്താണ് ഇമേജുകൾ ആഡ് ചെയ്യാം, ഷേപ്സ്, ചാർട്ട്സ്, ടേബിൾസ്, അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്താണ് കളർഫുൾ ആക്കിയിട്ട് സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്താണ് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഓക്കെ. ഇനി എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ്? PowerPoint offers a wide range of formatting options to customize the appearance of slide. Users can apply themes, alter fonts, colors and backgrounds, and use transitions and animations to improve visual appeal and engage the audience. എന്താ പറയുന്നത്? പവർ പോയിന്റ് പ്രസന്റേഷൻ വലിയ രീതിയിൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതുവഴി എന്താണ് നമുക്ക് കളേഴ്സ് കൊടുക്കാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പോ പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റുകള്, അതുപോലെ കളർ ആഡ് ചെയ്യാം, അതുപോലെ എന്താണ് നമുക്ക് ടെക്സ്റ്റുകൾ എഴുതുമ്പോ ഒക്കെ എന്താണ് ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല കളേഴ്സിൽ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ഫോർമാറ്റിങ്ങിലൂടെ പറയുന്നത്. പിന്നെന്താണ്, അങ്ങനെ നല്ല രീതിയിൽ മറ്റുള്ളവരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മൾ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് സ്ലൈഡ് ലേഔട്ട്സ്? PowerPoint provides slide layouts designed previously, make it easy to generate consistent and professional looking presentation. Users can select from a variety of layouts for lighter slides,
content slides, comparison slides, and more, saving time and effort in slide design. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് നല്ല രീതിയിൽ നമുക്ക് പല രീതിയിൽ സ്ലൈഡുകൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ എന്താണ് നമുക്ക് അതിനകത്ത് ഇതിന്റെ പവർ പോയിന്റിൽ ഉണ്ടാവും ആ ലേ ഔട്ട്, എന്താണ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ തന്നെ ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബ്ലാങ്ക് സ്ലൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലൈഡുകൾ, കണ്ടന്റ് സ്ലൈഡ് ഉണ്ട്, എന്താണ് ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ട്, അതുപോലെ കമ്പാരിസൺ സ്ലൈഡ് ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിക്ചേഴ്സ് കാണിച്ചു തരാം, അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ കമ്പാരിസൺ സ്ലൈഡ് ഉണ്ട്, അതുപോലെ എന്താണ് ഇപ്പോ എഴുതാൻ പറ്റിയ തരത്തിൽ, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയ തരത്തിൽ ഉള്ള സ്ലൈഡുകൾ, അങ്ങനെ പലതരത്തില് സ്ലൈഡുകൾ ഉണ്ട്. അതുപോലെ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ പല പിക്ചേഴ്സുകളുള്ള സ്ലൈഡുകളും ഉണ്ട്. അപ്പം അങ്ങനെ ലേഔട്ടുകൾ ഈ പവർ പോയിന്റ് നമുക്ക് പലതരത്തില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. പവർ പോയിന്റ് പെർമിറ്റ്സ് ദ ഇൻസേർഷൻ ഓഫ് മൾട്ടിമീഡിയ എലമെന്റ്സ് like image, audio, and video files, etc. This makes use able to incorporate visual and authority aids into their presentation, make them more interactive and engaging. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് പവർ പോയിന്റിലൂടെ നമുക്ക് പലതരത്തിലുള്ള സ്ലൈഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ സ്ലൈഡ്സിലൊക്കെ നമുക്ക് എന്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും, ഇമേജസുകള്, ഓഡിയോസ്, വീഡിയോസ്, അങ്ങനെ പലതരത്തിലുള്ള പിക്ചേഴ്സുകൾ ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടി നമുക്ക് അട്രാക്റ്റീവ് ആക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനും പലതരത്തിൽ, ഇപ്പൊ ടീച്ചറും കുട്ടികളായാലും എന്താണ് പലതരത്തിൽ നമുക്ക് എൻഗേജ് ആവാനായിട്ട് സാധിക്കുന്നുണ്ട്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജുകളായാലും വീഡിയോസ് ആയാലും സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ 4 പോയിന്റും. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഫീച്ചേഴ്സിൽ സ്ലൈഡ് ക്രിയേഷൻ അല്ലേ, നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റുകള്, ഇമേജുകള്, ഷേപ്പുകള്, ചാർട്ടുകളൊക്കെ നമുക്ക് പലതരത്തിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് പറയുന്നത് അല്ലെ, ഇതാണ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തീംസ്, അതുപോലെ ഫോണ്ട് സൈസുകൾ, കളേഴ്സുകൾ, ബാക്ക്ഗ്രൗണ്ടുകൾ ഒക്കെ നമുക്ക് മാറ്റി നല്ല രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസ് പല രീതിയിൽ എൻഗേജ് ആവുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ. പിന്നെ എന്താണ് ലേഔട്ട്സ് എന്ന് പറയുന്നത് അല്ലെ. ലേഔട്ട്സ് എന്ന് പറഞ്ഞാൽ പലതരത്തില് സ്ലൈഡുകൾ നമുക്ക് ഈ പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലാങ്ക് സ്ലൈഡ് ആവാം, കണ്ടന്റ് സ്ലൈഡ് ഉണ്ടാവും, അതുപോലെ കമ്പാരിസൺ സ്ലൈഡ് ഉണ്ടാവും. കമ്പാരിസൺ സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞാല് 2 ടേബിൾ ഉണ്ടാവും, അതിനകത്ത് സെയിം പിക്ചേഴ്സ് ആയിരിക്കും തരുന്നത്. പക്ഷെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് അതിനകത്ത് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്ലൈഡ് ലേഔട്ട്. അതുപോലെ തന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചേഴ്സുകൾ ഉള്ള സ്ലൈഡുകൾ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ഇനി എന്താ പറഞ്ഞത്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിക്ചേഴ്സുകൾ, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ അതിലേക്ക് അട്രാക്റ്റീവ് ആക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അവരെ ക്യാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ 4 കാര്യങ്ങളും? ഇനി നോക്കിയേ, നെക്സ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. എന്താണ് ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ്സ് എ പവർഫുൾ ഗ്രൗണ്ട് ഓഫ്
generating visually appealing and impactful presentations. It user-friendly interface, formative options, multimedia integration and collaboration features make it popular sections for professionals, educators, and individuals who look to communicate information in an effective manner. എന്താ പറയുന്നത്? ഈ പവർ പോയിന്റ് നമ്മൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കുന്നുള്ളത് ഇതിനകത്ത്. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് ഉണ്ട്, കൊളാബറേഷൻ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. ഇതിലൂടെയൊക്കെ എന്താണ്, ടീച്ചേഴ്സിനായാലും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനായാലും നല്ല രീതിയിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് അതിൽ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് അല്ലെ. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് തരുന്നുണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ്, കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പവർ പോയിന്റ് കേട്ടോ. പവർ പോയിന്റ് ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എഡ്യൂക്കേറ്റേഴ്സിനായാലും അതുപോലെ തന്നെ എന്താണ് പ്രൊഫഷണൽസിനായാലും ടീച്ചേഴ്സിനായാലും ഒക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ? പവർ പോയിന്റ് പ്രസന്റേഷൻ വായിച്ചു നോക്കിയൊന്ന്. ക്ലിയർ ആയോ? ഇനി നോക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പവർ പോയിന്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. പവർ പോയിന്റ് ഈ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വൈഡ്ലി ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഏതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട്? മെഡിക്കൽ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാംസിലൊക്കെയാണ് ഈ പവർ പോയിന്റ് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഇറ്റ് മേക്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻ ടു ഗിവ് lectures, conduct workshops, and provide teaching materials to staff members, medical students and patients. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്താണ്, വിഷ്വലൈസിംഗ് ആണല്ലേ കൂടുതൽ. ഇപ്പൊ പവർ പോയിന്റ് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് നല്ല വിഷ്വലൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കണ്ടക്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താണ്, ടീച്ചിങ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മെമ്പേഴ്സിന്, അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസിന്, അതുപോലെ പേഷ്യൻസിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്
ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാ പറയുന്നത്? കണ്ടക്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സ്റ്റാഫുകൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിന്, പേഷ്യൻസിനൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ്. ക്ലിയർ ആയോ? പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന, വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതെ, മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ട്രെയിനിങ്, പല ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ അവരുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കാറുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പവർ പോയിന്റ് ആണ് സ്റ്റേജ് പ്രസന്റേഷനിലൂടെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാഫുകൾക്കായാലും മെഡിക്കൽ സ്റ്റുഡൻസിനായാലും പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതിലൂടെയാണ്. ഇനി നോക്കിയേ, ഇനി എന്താണ് നോക്കിയേ? ക്ലിനിക്കൽ പ്രസന്റേഷൻ, അതുപോലെ മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്, വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. അപ്പൊ 3 കാര്യങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ പ്രസന്റേഷൻ, ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. PowerPoint is generally employed for clinical presentations, conference and rounds in hospital. Physicians and healthcare professionals used it to display research findings, case studies, treatment protocols, and clinical outcomes to their co-workers, engaging knowledge sharing and professional achievement. ഇനി ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണ്? ഡോക്ടർമാര് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ്, പവർ പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലിനിക്കൽ പ്രസന്റേഷൻ നടത്തുന്നത്. ഇനി എന്തിനൊക്കെയാണ്? ഇപ്പൊ ഡോക്ടർമാർ ഒരു കോൺഫറൻസ് നടത്തുമ്പോ, അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും അവരുടെ റൗണ്ട്സ് ഒക്കെ ആയിട്ട് രോഗികളെ നോക്കാനായിട്ട് പോകുമല്ലോ, ആ റൗണ്ട്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞത്? ഡോക്ടർമാർക്ക് കോൺഫറൻസ് നടത്തുമ്പോഴും, കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുമ്പോഴും അവർക്ക് എന്താണ്, രോഗികളെ നോക്കാനായിട്ടൊക്കെ റൗണ്ട്സിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ രോഗങ്ങളൊക്കെ ഡോക്ടർമാരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതെന്താണ്? ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഉണ്ടാവും, ക്ലിനിക്കൽ ഔട്ട്കംസ്, അതുപോലെ തന്നെ എന്താണ്, റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പവർ പോയിന്റിലൂടെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എന്താണ്, നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോ എന്താണ്, എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു രോഗം കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ മറ്റു ഡോക്ടർമാരോടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ നോളജും കൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെയുള്ള നോളജുകൾ ഷെയർ ചെയ്യുന്നതും ഇതിലൂടെയാണ്, പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്ലിനിക്കൽ പ്രസന്റേഷനിൽ പറയുന്നത്. ഓക്കെ ആണോ? ക്ലിനിക്കൽ പ്രസന്റേഷൻ മനസ്സിലായോ? ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണെന്ന് എന്താ പറഞ്ഞത്? ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർമാര് പവർ പോയിന്റിലൂടെയാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ നടത്തുന്നത്. എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഡോക്ടർമാര് കോൺഫറൻസ് നടത്താം അല്ലെ, കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ റൗണ്ട്സിന്റെ ഭാഗമായിട്ട് രോഗികളിലേക്ക് എന്തെങ്കിലും നോക്കാനായിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട്, എന്തെങ്കിലും റൗണ്ട്സിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പവർ പോയിന്റിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പുതിയ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവർക്ക് നോക്കേണ്ടതായിട്ട് വരും അല്ലെ. റിസർച്ച് ഫൈൻഡിങ്സ് ഉണ്ടാവും, കേസ് സ്റ്റഡി ഉണ്ടാവും, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, ക്ലിനിക്കൽ ഔട്ട്കംസ് ഒക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റിലൂടെയാണ്. അതുപോലെ തന്നെ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മറ്റ് ഡോക്ടർമാരോടൊക്കെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, സജഷൻസ് ഒക്കെ പറയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എങ്ങനെയാണ്? ഈ പവർ പോയിന്റിലൂടെയാണ്. അതാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
മനസ്സിലായോ? ഇനി എന്താണ് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്. ഓക്കെ, ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് use it for vast meeting, departmental meeting, and strategic planning sessions. It assists in visualizing data, presenting reports, and communicating organizational goals and policies in an effective manner. Administrative presentations നമ്മൾ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഒക്കെ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതാരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും അവർക്ക്. ഓരോ മാസവും എന്താണ് അവർ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്? പവർ പോയിന്റിലൂടെയാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ, തന്ത്രങ്ങൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങള് മറ്റേ കിങ് ലെയർ കണ്ടിട്ടില്ലേ? കിങ് ലെയർ, ദിലീപിന്റെ ഫിലിം കിങ് ലെയറില് അവര് ചെയ്യുന്നില്ലേ, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നില്ലേ? എങ്ങനെയാണ്? പവർ പോയിന്റിലൂടെയാണ് അവർ ചെയ്യുന്നത് അല്ലെ. ഒരു ക്രീമോ ടൂത്ത് പേസ്റ്റോ അങ്ങനെ എന്തോ ആണെന്നുണ്ട് അല്ലെ അവര് പറയുന്നത് അവിടെ, അതിന്റെ കാര്യമല്ലേ പറയുന്നത്. ആ ഹോള്, അതിന്റെ ടൂത്ത് പേസ്റ്റിന്റെ ആണെങ്കിൽ അതിന്റെ ഹോള് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ ഇപ്പൊ ഒരു മാസത്തേക്കാണ് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ അതിന്റെ ഹോള് കൂട്ടി കഴിഞ്ഞാല് മന്തിന്റെ എന്താണ് പകുതി ആവുമ്പോഴത്തേക്കും അത് തീരുകയും പെട്ടെന്ന് അവർക്ക് എന്താണ് മാർക്കറ്റിലേക്ക് അത് പിന്നെയും മാർക്കറ്റിൽ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പ്ലാനിങ് അവർ നടത്തുന്നില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതൊക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബിസിനസ് മേഖലയിലായാലും അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ എന്താണ് തന്ത്രപരമായിട്ടുള്ള, അപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും എന്താണ് ഇപ്പൊ ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ബിസിനസ് മേഖലയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും ഹോസ്പിറ്റൽസ് ആയാലും എന്താണ് ഹൈ പ്രോഫിറ്റ് ആണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അവരും എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ഈ പവർ പോയിന്റിലൂടെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ അവരുടെ ഓർഗനൈസേഷണൽ ഗോൾസ്, പോളിസീസ് ഒക്കെ ഈ പവർ പോയിന്റിലൂടെയാണ് അവര് തയ്യാറാക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എന്താണ്? വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ്. ഹോസ്പിറ്റൽസ് often take part in conferences, health fairs, and communities events. PowerPoint permits them to create visually captivating presentations to display their service initiatives and achievements. This presentation aids hospitals to attract patients, build partnership, and promote their brand images. എന്താ പറയുന്നത്? നമ്മള് എന്താണ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പവർ പോയിന്റിൽ MS പവർ പോയിന്റിലൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് ഫെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മേളകളൊക്കെ സംഘടിപ്പിക്കുക, അങ്ങനെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ്. അതുപോലെ തന്നെ പല രീതിയിൽ ഹോസ്പിറ്റൽസ് സർവീസുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്താ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താണ് അങ്ങനെയുള്ള സർവീസുകൾ ജനങ്ങൾക്ക് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്നതിലൂടെ, അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ പവർ പോയിന്റ് പ്രസന്റേഷൻ കുറെ ആളുകൾ അല്ലെങ്കിൽ കുറെ കമ്പനീസിനെ കാണുകയും ഈ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് പാർട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മറ്റുള്ള കമ്പനീസിന്റെ ഷെയർസുകൾ നമ്മുടെ ഇവിടേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെ കൊടുക്കുന്ന സർവീസ് എന്താണ്? ഫ്രീ സർവീസ് ആണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഫുഡുകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് പവർ പോയിന്റിലൂടെ മറ്റു കമ്പനികൾ അറിഞ്ഞ് അവരുടെ ഷെയർസുകൾ നമ്മളിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ മറ്റു ഷെയർസുകളൊക്കെ നിക്ഷേപിക്കുകയും അതിലൂടെ നമ്മുടെ ഇമേജുകൾ അല്ലെ, ബ്രാൻഡ് ഇമേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ആണോ? Visual aids and conferences and events. In short, Microsoft PowerPoint is multi-faced
tool used in hospital for medical education, clinical presentation, patient education, administrative motives, quality improvement initiatives, research dissemination എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ share research findings കേട്ടോ. റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലുള്ള വർക്കേഴ്സ് തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതുപോലെ എന്താണ് ആൻഡ് എക്സ്റ്റേണൽ ഇവന്റ്സ് എക്സ്റ്റേണലി ഹാപ്പനിങ്, എന്താണ് പുറമെയുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. ഇത് വിഷ്വൽ അപ്പീൽ, multimedia capabilities and case of use make it an essential software for effectively conveying healthcare information within hospitals and beyond. എന്താണ് PowerPoint-ലൂടെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എന്താണ് നല്ല രീതിയിൽ ആളുകളുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, പിന്നെന്താ ക്ലിനിക്കൽ പ്രസന്റേഷൻ, patient education, administrative motives, അതുപോലെ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് റിസർച്ച് ഡിസെമിനേഷൻ. റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. PowerPoint-ലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ക്യാപ്പബിലിറ്റീസ്, മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കഴിവുകളുണ്ടല്ലേ. എന്താണ് ഇമേജസ്, പിക്ചേഴ്സ്, ഓഡിയോസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും PowerPoint-ല്. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എല്ലായിടത്തും ഇപ്പോ എന്താണ് കോളേജസ്, അതുപോലെ തന്നെ സ്കൂൾസ്, അതുപോലെ എന്താണ് ബിസിനസ് മേഖലകളിലായാലും എന്താണ് ഈ പ്രസന്റേഷൻ അല്ലെ, സ്ലൈഡ് പ്രസന്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എന്നിട്ട് പിക്ചേഴ്സ് കാണിച്ചത് അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, കണ്ടോ ഈ പിക്ചർ കണ്ടോ നിങ്ങള്? എന്താണ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി സ്ലൈഡിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുന്നു. അതാണ് സ്ലൈഡ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലൈഡ്സ് ആണ്. അതിനകത്ത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചേഴ്സ് ഒക്കെ കണ്ടോ, ഡിസൈൻ കാര്യങ്ങളൊക്കെ.
അതാണ് ബാക്ക്ഗ്രൗണ്ടില് സ്ലൈഡ്സിൽ പിക്ചേഴ്സ് ഉണ്ടാവും പറഞ്ഞില്ലേ അത് ട്ടോ. ഇനി നോക്കിയേ നമുക്ക് എന്താണ് സ്ലൈഡ്സിൽ ടേബിൾസ് ഒക്കെ ആഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് തന്നിരിക്കുന്നതാണ് ട്ടോ, കൊടുത്തിരിക്കുന്നതാണ്. മനസ്സിലായോ? സ്ലൈഡ്സിൽ നമുക്ക് ഇങ്ങനെയുള്ള ടേബിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് കണ്ടോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലൈഡ്സ് നമ്മൾ പറഞ്ഞില്ലേ. കമ്പാരിസൺ സ്ലൈഡ്, ബ്ലാങ്ക് സ്ലൈഡ്, കണ്ട ബ്ലാങ്ക് സ്ലൈഡ്, ടു കണ്ടന്റ് സ്ലൈഡ്, അതുപോലെ ടൈറ്റിൽ ഓൺലി സ്ലൈഡ്, പിന്നെ എന്താണ് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ ക്യാപ്ഷൻ ഒക്കെ എഴുതാം. അങ്ങനെയുള്ള സ്ലൈഡുകൾ പലതരത്തിലാണ് പവർ പോയിന്റ് നമുക്ക് സ്ലൈഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിൽ നമുക്ക് സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ കമ്പാരിസൺ സ്ലൈഡിൽ കണ്ടോ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് സെയിം പിക്ചർ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ബ്ലാങ്ക് സ്ലൈഡ് കണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത് ടെംപ്ലേറ്റ്സ് കണ്ടില്ലേ. മിസ് പറഞ്ഞില്ലേ എന്താണ് റെസ്യൂമ പോലെ തന്നെയുള്ളതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇത് ഒരു കമ്പനിയുടെ ഒരു ഇതാണ്, കമ്പനിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താണ് ലോഗോ ഉണ്ട്, പിക്ചേഴ്സ് ആഡ് ചെയ്യാം, അതുപോലെ അവർ കൊടുക്കുന്ന സർവീസുകൾ, അതുപോലെ തന്നെ എന്താണ് റെസ്യൂമിൽ നമ്മൾ എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളും കൊടുക്കില്ലേ. ഫാമിലി ഡീറ്റെയിൽസ്, അതുപോലെ പഠിച്ച കാര്യങ്ങള്, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് ഇവിടെ ടെംപ്ലേറ്റ്സ് എങ്ങനെയാണ് കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, അവർ കൊടുക്കുന്ന സർവീസ്, ലോഗോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതും ഇതിനകത്ത് ഉണ്ടാവും. ക്ലിയർ ആയോ? ഇതും ടെംപ്ലേറ്റ്സ് തന്നെയാണ് ട്ടോ. പിന്നെ കണ്ടില്ലേ നമ്മള് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ലൈഡ്സില് പൈ ഡയഗ്രാം ഉണ്ട്, ബാർ ഡയഗ്രാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാൻ പറ്റും. സ്ലൈഡില് നമുക്ക് ആഡ് ചെയ്യാം പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി മിസ് എടുത്തിട്ടതാണ് ട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പിക്ചേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ നമുക്ക് തന്നെ സ്വയം പിക്ചർ സെലക്ട് ചെയ്തിട്ട് സ്ലൈഡിൽ പിക്ചർ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ നിങ്ങള്? മനസ്സിലായോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ട്ടോ. ഇനി നാളെ വരുമ്പോ ഇത് ഇത്രയും വരെ പഠിച്ചിട്ട് വരാം, വായിച്ച് മനസ്സിലാക്കി വരാം ട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.